ടെക് ഫണ്ട് അഴിമതി ആരോപണം ഉയർന്ന കമ്പനികളെ തെരഞ്ഞെടുത്തതിൽ പുനഃപരിശോധന ആവശ്യമില്ലെന്ന് സർക്കാർ. ആവശ്യമെങ്കിൽ കൂടുതൽ കർശന നിബന്ധനകൾ ഭാവിയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചു. ചട്ടങ്ങൾ ലംഘിച്ചിട്ടില്ല എന്നാണ് സർക്കാർ നിലപാട്. ഫണ്ട് അനുവദിക്കേണ്ട അടുത്ത ബാച്ച് കമ്പനികളുടെ പട്ടിക തയ്യാറാക്കി. പാനൽ അംഗങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനി മാത്രമേ പട്ടികയിലുള്ളൂവെന്നും സർക്കാർ വിശദീകരണം. 22 കമ്പനികൾക്കായി 2192 കോടി അനുവദിച്ചതിൽ വൻ ക്രമക്കേടെന്നായിരുന്നു ആരോപണം. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ, എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ് ഇപ്പോൾ കേന്ദ്രം. ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഭാവിയിൽ കർശന നിബന്ധനകൾ അത് ഏർപ്പെടുത്താം, അത്തരത്തിലുള്ളൊരു വാദം പറഞ്ഞൊഴിയുകയാണോ ഇപ്പോൾ കേന്ദ്രം? കീർത്തന, അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ടെക് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് ഉണ്ടായി എന്തായിരുന്നു ഇന്നലെ പുറത്തു വന്ന വിവരം. കാരണം 22 കമ്പനികൾക്കാണ് ടെക് ഫണ്ട് അനുവദിച്ചത്. ഇതിൽ 15 കമ്പനികളും ഈ ടെക് ഫണ്ട് അനുവദിക്കേണ്ട പാനലിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിട്ട് ഓഹരി നിക്ഷേപമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഓഹരി നിക്ഷേപമോ ഉള്ളതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. 2192 കോടി രൂപയാണ് ഈ 22 കമ്പനികൾക്ക് വേണ്ടി ചെലവാക്കുകയും ചെയ്തത്. അത്തരത്തിൽ ലോണായി നൽകുകയും ചെയ്തത്. കാരണം ചെറിയ വായ്പയുള്ള ലോണുകളാണ് ഈ കമ്പനികൾക്ക് വേണ്ടി നൽകുന്നത്. ഈ AI അടക്കമുള്ള സാങ്കേതികവിദ്യകളിൽ വലിയ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നതിനൊക്കെ ഭാഗമായുള്ളൊരു ഫണ്ട് കൂടിയാണ് ടെക് ഫണ്ട് എന്ന് പറയുന്നത്. 1 ലക്ഷം കോടി രൂപയായിരുന്നു ഇതിനുവേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. അതിൽ നിന്നാണ് ഇപ്പോൾ 2192 കോടി രൂപ ആദ്യഘട്ടത്തിൽ 22 കമ്പനികൾക്ക് നൽകിയത്. എന്താണെങ്കിലും ഇത്തരത്തിൽ ഈ ഫണ്ട് അനുവദിച്ചതിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ആവശ്യമെങ്കിൽ ഈ നടപടികളിൽ, പ്രത്യേകിച്ച് ഈ നിബന്ധനകളിൽ കൂടുതൽ കർശനമായ സ്വഭാവം കൊണ്ടുവരും എന്ന് മാത്രം കേന്ദ്രം വ്യക്തമാക്കുന്നു. നിലവിൽ ഈ കമ്പനികൾക്ക് തുക അനുവദിച്ച് ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലും അവർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് പറയുകയും ചെയ്യുന്ന കാര്യം. നിലവിൽ അടുത്ത 2ാമത്തെ ബാച്ച് ഫണ്ട് അനുവദിക്കേണ്ട കമ്പനികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കമ്പനികളുടെ പട്ടികയിൽ നിലവിൽ ഉള്ള പാനൽ അംഗങ്ങളുടെ ഒരു കമ്പനി മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു. എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ടെക് ഫണ്ട് എന്ന് പറയുന്നത് കമ്പനികളുടെ പ്രത്യേകിച്ച് ഗവേഷണം അടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിച്ചതാണ്. ഈ കമ്പനികൾ, പ്രത്യേകിച്ച് ഈ ടെക് ഫണ്ടിലേക്ക് ഇത്തരത്തിലുള്ള കമ്പനിയുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിയമിച്ച പാനൽ അംഗങ്ങൾ തന്നെ അവരുടെ കമ്പനികൾക്ക് ഇതിൽ ഫണ്ട് നൽകിയത് തീർച്ചയായും വലിയ അഴിമതിയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അടക്കം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളും നേതാക്കളും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കേന്ദ്രം ഇപ്പോൾ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല, ചട്ടങ്ങൾ പാലിച്ചു എന്ന വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത്. ഇനിയിപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ ഫണ്ട് വിതരണത്തെ പൂർണ്ണമായും ന്യായീകരിക്കുകയും അതിനെ കൃത്യമായി തന്നെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു എന്ന നിലപാട് പങ്കുവയ്ക്കുകയുമാണ്.